പ്രകൃതി നടത്തം എന്ന് പറഞ്ഞ ആദ്യത്തെ സെഷനിലേക്ക് കടക്കാൻ പോവാണ്. അപ്പോൾ നടന്നു തന്നെ പോകണം. ഇവിടെ തൊട്ട് മുകളിലുള്ള ഒരു കുന്നിന്റെ മുകളിലേക്കാണ് നമ്മൾ നടക്കുന്നത്. അവിടെ ചെറിയ ഒരു കാടും ഒക്കെ ഉണ്ട്. പോകുന്ന വഴി കൃത്യമായി നിങ്ങൾ നിരീക്ഷിക്കണം. കയ്യിൽ മൊബൈൽ ഫോൺ എടുത്തിട്ടുണ്ടാവും. ഇല്ലാത്തവർ വേണ്ട, ഉള്ളവർ മൊബൈൽ ഫോൺ കയ്യിൽ വെക്കണം. വാട്ടർ ബോട്ടിലുള്ള ആൾക്കാർ ബാഗ് എടുത്തിട്ട് നമ്മൾ പോകണ്ട. നമ്മൾ പെട്ടെന്ന് പോയിട്ട് തിരിച്ചു വരും. അപ്പൊ കാണുന്ന ജീവജാലങ്ങളുടെ ചിത്രങ്ങളൊക്കെ നിങ്ങൾ എന്ത് ചെയ്യണം? പകർത്തണം. ഫോട്ടോ എടുക്കാൻ പറ്റുന്നവർ ഫോട്ടോ എടുക്കുക. എന്തൊക്കെ ജീവികളെയാണോ കാണുന്നത്, അതെ, ശലഭങ്ങള്, പക്ഷികള്, എന്തെങ്കിലും ജീവികളൊക്കെ കണ്ടാൽ അത് നിങ്ങളുടെ മൊബൈൽ ഫോണിൽ ഇലകൾ, പൂക്കൾ എല്ലാം കാണുന്ന എന്തും നിങ്ങൾക്ക് ചെയ്യാം, ഫോണിൽ പകർത്താം. പകർത്തി കഴിഞ്ഞിട്ട് ഒരു പ്രക്രിയ നമ്മൾ ഇവിടെ വന്നിട്ട് ചെയ്യും. മനസ്സിലായി? ഒരു ആപ്പിലേക്ക് ഇത് അപ്ലോഡ് ചെയ്യുന്ന ഒരു പ്രക്രിയ അത് ഇവിടെ വന്നിട്ട് അപ്പോ അത് നമ്മൾ ചെയ്യും. അതൊരു പഠന പ്രക്രിയ. അപ്പൊ അതിന്റെ പേര് നമുക്കറിയില്ല. ഇവിടെ ഇപ്പൊ പറഞ്ഞു പോലെ പേര് നമുക്കറിയില്ല അല്ലെ? അതൊക്കെ കണ്ടെത്തണം. അതാണ് ഗവേഷണം എന്ന് പറയുന്നത്. അപ്പൊ ആ ഒരു ഗവേഷണ ആളുകളായിട്ട് മാറാൻ വേണ്ടിയിട്ടാണ് ഈ പരിപാടി. ഇതിന്റെ പേരാണ് അക്കേഷ്യ. എന്താ പേര് പറയാ? എന്താ പേര് പറയാ? എന്തേഷ്യ, അക്കേഷ്യ. ഈ കാണുന്ന പച്ച നിറം ഇലയല്ല, അതാണ് തണ്ട് രൂപാന്തരപ്പെട്ട് ഇല ആയി മാറിയതാട്ടോ. മറന്നോ വരുത്. തണ്ട് ശരിക്കുള്ള ഇലയാണ്. അല്ലല്ല, അതിനോട് വേറെ ഇതേ ഇത് ഇലയല്ല ശരിക്കും കേട്ടോ. പക്ഷെ ഇല പോലുള്ള ഭാഗം ഇംഗ്ലീഷിൽ ഫില്ലോഡ് എന്ന് അറിയാം. വീട്ടിൽ പോയിട്ട് ഫില്ലോഡ് അടിച്ചു നോക്കിയാൽ നിങ്ങൾക്ക് കാണാം. ആ മാങ്ങ അണ്ടിയാണ് അതിന്റെ ഫ്രൂട്ട്. ആ മാങ്ങ അണ്ടിയുടെ ഉള്ളിലുള്ള പരിപ്പാണ് അതിന്റെ സീഡ്. പക്ഷെ അതിന്റെ തണ്ട് വികസിച്ച് വികസിച്ച് കപടഫലമായി തീർന്നതാ. കൊടികൈ. മോന്റെ പേരെന്താ? അടി ക്ലാപ്പ്. അതാണ് അതാണ് അത് സ്യൂഡോ കാർപ്പ് അല്ലെങ്കിൽ ഫാൾസ് ഫ്രൂട്ട് അല്ലെ കപടഫലം എന്ന് പറയും. അപ്പൊ നമുക്ക് ഇഷ്ടമുള്ളത് ഏത് ഫല? കപടഫലം. എല്ലാരും കപടഫലം നല്ല ഫ്രൂട്ട് എന്ന് പറയും. ആക്ച്വലി ഇറ്റ് ഈസ് നോട്ട് ഫ്രൂട്ട്, ഇറ്റ് ഈസ് ദ ഫാൾസ് ഫ്രൂട്ട്. മനസ്സിലായോ? അങ്ങനെയുള്ള രണ്ട് കൂട്ടുകാരാണ് ആപ്പിൾ, സബർജൽ. ആപ്പിളും അങ്ങനെയാ. നമ്മൾ ആപ്പിൾ തിന്നുന്ന ഭാഗം അതിന്റെ കപടഫലം അഥവാ ഫാൾസ് ഫ്രൂട്ടാ, അഥവാ സ്യൂഡോ ഫ്രൂട്ടാ, അഥവാ തലാമസ് മോഡിഫൈഡ് ഫ്രൂട്ടാ. ഇത് പറങ്കിമാവ് അല്ലേ? ഇതിന്റെ പേര് പറങ്കിമാവ്. എന്താ മാഷെ ആ പേര് വരാൻ കാരണം? അതാണ്. ആരും പറഞ്ഞില്ല അല്ലേ? ആരാ പറങ്കികള്? ബ്രിട്ടീഷുകാരല്ലേ? ആ, കൊടുകൈ അറിയാലോ. കൊടുകൈ. ഇയാൾ കൈ കൊടുക്കുന്നത് മാത്രമേ ഉള്ളൂ. കൊടുകൈ. ആ, അതാ ഇതിനൊരു ശാസ്ത്രനാമം. ഒരു വരുന്നവരെ പറഞ്ഞൂടെ മാഷെ? ഒരു വരുന്നവരെ പറഞ്ഞൂടെ? എടാ, ഈ ചെടീന്റെ പേര് അനാകാർഡിയം എന്നാ. എന്താർഡിയം? അനാകാർഡിയം. എന്താ പറയാ? അനാകാർ. മറന്നു പോവാ. നമ്മളെ പേരെന്തേന്ന് പറഞ്ഞു? ഹോമോ സാപ്പിയൻ. നമ്മൾ ശാസ്ത്ര വിദ്യാർത്ഥികളാണ്. അതെന്താ കാണാൻ? ഒറിജിനൽ അല്ല, ചന്ദന മരത്തിന്റെ അഖിൽ ചന്ദനം എന്ന് പറയും. ശരിക്കുള്ളതല്ല. മേഡം പറഞ്ഞത് നന്നായി. ഇപ്പൊ അക്കേഷ്യയുടെ കായകൾ കണ്ടത് ആ രണ്ട് ബൈഫർക്കേറ്റ് ചെയ്ത കായ കണ്ടില്ലേ? എന്ത് രസമായിട്ട് അതിന്റെ ഒരു ആ ഒരു റൊട്ടേഷൻ കണ്ടില്ലേ? ആ, അതാ. ഇത് വിദേശിയാണ്. അയ്യോ, അക്കേഷ്യ വിദേശിയാണ്. സാമൂഹ്യ വനവൽക്കരണ പരിപാടിയിൽ ഇവിടെ വന്നെത്തിയ ഒരാളാ. നമ്മുടെ അരിപ്പൂവ് ഒരു വിദേശിയാണ്. ധനരാഷ്ട്ര പച്ച, മെയ്ഫ്ലവർ ഒന്നും നമ്മുടേതല്ല. നമ്മളേതേതാ ഒന്ന് പറയാ? മാഞ്ചിഫറ ഇൻഡിക്ക. am I right? അതേതാ ചെടി? മാങ്ങ. അത് നമ്മുടെ നാട്ടിലുള്ളതാണ്. അങ്ങനെ കുറെ ഉണ്ട്. ചക്ക, അതെ, അർട്ടോകാർപ്പസ് എന്ന് പറയും. അതെ, നമ്മളത് കറക്റ്റ്. അതന്നെ, അർട്ടോകാർപ്പസ് ഇൻഡഗ്രിഫോളിയസ് എന്നൊക്കെയാണ് അതിന്റെ പേര്. അതെ അതെ. പക്ഷെ അന്ന് മൂപ്പര് ചുറ്റി 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 കയറി മാവിന്റെ മുകളിലെത്തും. ആരോഹി പറഞ്ഞ ക്ലൈംബിംഗ് പ്ലാന്റ് ഹാവിംഗ് വീക്ക് സ്റ്റംബ്ഡ് നേച്ചർ. സോ ഇറ്റ് ഈസ് എ വീക്ക് സ്റ്റംബ്ഡ് പ്ലാന്റ് ആൻഡ് ഹാവിംഗ് thorns or prickles or spines to climb on support. Okay. ശതാവരി. ഇതിന്റെ പേര് ഭയങ്കര മെഡിസിനൽ. അച്ചാറുണ്ടാക്കും. Yeah, exactly. It is a climber type. മാത്രമല്ല ഇതിന് ഇലകളല്ല. ഈ കാണുന്ന ഇലയല്ല. ഇതിന്റെ ഇല മുള്ളായി പോയി. അതാ പ്രത്യേകത. ഇത് ക്ലാഡോട്, അത് ഫില്ലോട്. ഒരടുത്തടുത്ത കുടുംബക്കാർ. അതാ റോഡിന്റെ അക്കരെ ഇക്കരെ. അക്കരെ കൊട്ടിയരും ഇക്കരെ കൊട്ടിയരും.
ഒരടുത്തടുത്ത് നിൽക്കില്ലേ? ആ ഇതാ കാശാവുണ്ട്. ഇതൊരു നല്ലൊരു ഇതിന്റെ അത് മുകളിൽ നല്ല പൂവുണ്ട്. ആ ഞാൻ കണ്ടു, വയലറ്റ് പൂവുണ്ട്. പ്രംന വിഭാഗം. ഈ കോഴിപ്പേൻ എന്ന് പറയൂലേ മാഷെ, അതന്നെയാണ് കോഴി സാധനം. രണ്ട് ടൈപ്പ് ഉണ്ട്, അതുകൊണ്ടാ ഒറിജിനൽ പേര് അറിയാത്തത്. ഈ മലയുടെ മുകളിൽ വിശാലമായ ഒരു പുൽമേടും, എത്ര മനോഹരമായ പ്രകൃതി. ഒരു മിനിറ്റ് കണ്ണടച്ച് നിൽക്കുക, പരസ്പരം സംസാരിക്കരുതേ. നിങ്ങൾ എന്തൊക്കെ ശബ്ദമാണ് ഇവിടെ കേൾക്കുന്നതെന്ന് ജസ്റ്റ് ഒന്ന് ഇമാജിൻ ചെയ്യാം. കണ്ണടക്കല്ല, എന്തൊക്കെ ശബ്ദമാണ് ഇവിടെ കേൾക്കുന്നതെന്നുള്ളത് പരമാവധി സൗണ്ട് ഐഡന്റിഫൈ ചെയ്യുക. ആപ്പ് പരിചയപ്പെടുത്തി തരാം. പക്ഷികളുടെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ അറിയുന്ന ഒരു ആപ്പാണ്. കിളി എന്നാണ് പേര് കേട്ടോ. കിളി KILI പ്ലേ സ്റ്റോറിലുണ്ട്. കിളി എന്നാണ് പേര്. എടുത്തു കഴിഞ്ഞാൽ ഇങ്ങനെ വരും ആപ്പ്. നമുക്കത് ഗ്രൂപ്പിലിടാം അല്ലേ? ഞാൻ ഗ്രൂപ്പിൽ ലിങ്ക് ഷെയർ ചെയ്യുന്നുണ്ട്. ലിങ്ക് ഷെയർ ചെയ്യും, കൊടുക്കണമെന്നില്ല. നിങ്ങളുടെ വീട്ടിലൊരു പക്ഷി വന്നെന്ന് കരുതുക. അപ്പോൾ വന്ന പക്ഷീന്റെ ഷേപ്പ്, അതായത് അതിന്റെ രൂപം നിങ്ങൾക്ക് മനസ്സിലായി, പക്ഷേ ഏത് പക്ഷിയാണ് തിരിച്ചറിയാൻ പറ്റില്ല. അപ്പോൾ ഈ ആപ്പ് എടുത്തു കഴിഞ്ഞാൽ ഇതിൽ പക്ഷികളുടെ ഷേപ്പ് നമുക്ക് ഇങ്ങനെ ഇതിൽ കാണിക്കും. ഇപ്പം ഇതിൽ ഏത് പക്ഷിയാണെന്നുള്ളത്, ഇപ്പോൾ ഈ വാലുള്ള പക്ഷിയാണെങ്കിൽ ഇത് കൊടുക്കുകയാണെങ്കിൽ ആ ഷേപ്പുള്ള എല്ലാ പക്ഷികളുടെ ലിസ്റ്റ് ഇവിടെ വരും. മനസ്സിലായോ? അപ്പോൾ അത് ഏത് പക്ഷിയാണെന്ന് നിങ്ങൾക്ക് എടുത്തു കഴിഞ്ഞാൽ, ഇപ്പോൾ ഇത് നമ്മുടെ നാട്ടിൽ കാണുന്ന ഒരു പക്ഷിയാണ്, വേലിത്തത്ത. നാട്ടുവേലിത്തത്ത എന്ന് പറയുന്നത് ഗ്രീൻ ബീറ്റർ എന്ന് പറയുന്ന ഒരു പക്ഷിയാണ്. വയലിലൊക്കെ പോകുകയാണെങ്കിൽ ഈ ഒരു പക്ഷിനെ കാണാൻ പറ്റും. അപ്പോൾ ഈ ഒരു ഷേപ്പ് എടുത്തു കഴിഞ്ഞിട്ട് ഇതിൻ്റെ ഡീറ്റെയിൽസ് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ പക്ഷീൻ്റെ ചിത്രം കാണാൻ പറ്റും, മലയാളം പേര്, ഇംഗ്ലീഷ് പേര്, പിന്നെ നെറ്റ് ഉണ്ടെങ്കിൽ നെറ്റ് കണക്ട് ആണെങ്കിൽ നിങ്ങൾക്ക് ഇതിൻ്റെ ഓഡിയോ, അതായത് ഇതിൻ്റെ ശബ്ദം ഏതാണെന്ന് നിങ്ങൾക്ക് തിരിച്ചറിയാൻ പറ്റും. അങ്ങനെ നിങ്ങൾ കേട്ട ശബ്ദം ഏതാണെന്ന് നിങ്ങൾക്ക് തിരിച്ചറിഞ്ഞിട്ട് ഏത് പക്ഷിയാണെന്ന് തിരിച്ചറിയാനൊക്കെ പറ്റും കേട്ടോ. അതല്ല കിളി KILI. ഞാൻ ലിങ്ക് ഗ്രൂപ്പിൽ ഇടാം, ടമാഷ്ക്ക് ഷെയർ ചെയ്യാൻ. നമ്മൾ നേരത്തെ ഒരു കുയിലിൻ്റെ കാര്യം പറഞ്ഞില്ലേ, പേക്കുയിൽ എന്ന് പറയുന്ന കോമൺ ഹോക്കുക്കു എന്ന് പറയുന്ന പക്ഷിൻ്റെ ശബ്ദം നമ്മൾ നേരത്തെ കേട്ടിരുന്നു. പുലർച്ചെയൊക്കെ കേൾക്കുന്ന ഒരു ശബ്ദമാണ്. എന്താ പറഞ്ഞേ? പേക്കുയിൽ എന്ന് പറയുന്ന ഒരു പക്ഷിയുണ്ട് നമ്മുടെ നാട്ടില്. പേക്കുയിൽ. ഈ ഒരു വേനൽക്കാലത്ത് പുലർച്ചെ 2 മണി 3 മണി സമയത്തൊക്കെ ഒരു പക്ഷി ഇങ്ങനെ കരയുന്ന കേട്ടിട്ടുണ്ടാവും. ആ പക്ഷിയെ പറ്റിയാണ് പറയുന്നത്. പേക്കുയിൽ എന്നാണ് അതിന്റെ പേര്. ആ ഒരു പക്ഷിന്റെ പ്രത്യേകത, പൊതുവെ കുയിൽ വിഭാഗത്തിലുള്ള പക്ഷികളൊക്കെ സ്വന്തമായിട്ട് കൂടുണ്ടാക്കുന്നില്ല, മറ്റുള്ള പക്ഷികളുടെ കൂട്ടിൽ. അതായത് നമ്മൾ പണ്ട് കേട്ടിട്ടുണ്ട് കാക്കേന്റെ കൂട്ടിൽ മുട്ടയിടുന്ന കുയിലെ കഥ കേട്ടിട്ടുണ്ട്. എല്ലാ കുയിലുകളും കാക്കേന്റെ കൂട്ടിലല്ല കേട്ടോ മുട്ടയിടുന്നത്. ഇപ്പൊ നമ്മൾ പറഞ്ഞ പേക്കുയിൽ എന്ന് പറയുന്ന കോമൺ ഹോ കുക്കു എന്ന് പറയുന്ന പക്ഷി നമ്മുടെ നാട്ടിൽ കാണുന്ന ചെതലപ്പുള്ളി അല്ലെങ്കിൽ കരിയിലെ പക്ഷി, ജംഗിൾ ബാബ്ലർ എന്ന് പറയുന്ന ഒരു പക്ഷിയുണ്ട്. ചെതലപ്പുള്ളി എന്നൊക്കെ പറയുന്നത് കേട്ടിട്ടില്ല? ഞങ്ങൾ പേരാമ്പ്രൊക്കെ ചെവാലാച്ചി എന്ന് പറയാം. ചെവാലാച്ചി. അതിന്റെ കൂട്ടിലൊക്കെയാണ് ഈ പേക്കുയിൽ മുട്ടയിടുക. അപ്പോൾ ഈ കുയിലിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ സ്വന്തമായിട്ട് കൂട് കൂട്ടാണ്ട് മറ്റുള്ള പക്ഷികളുടെ കൂട്ടിൽ മുട്ടയിട്ടിട്ട് ആ പക്ഷിനെ കൊണ്ട് തന്നെ ഈ കുഞ്ഞുങ്ങൾക്ക് തീറ്റ കൊടുത്ത് വളർത്തിയെടുക്കുന്ന ഒരു പരിപാടിയാണ്. അതിന് ബ്രൂഡ് പാരസൈറ്റിസം എന്ന് പറയാം. ബ്രൂഡ് പാരസൈറ്റിസം അതെല്ലാ കുയിലുകളും അങ്ങനെ തന്നെയാണ് കേട്ടോ. അപ്പോൾ ആ ഒരു പക്ഷിയുടെ ശബ്ദമാണ് നമ്മൾ നേരത്തെ കേട്ടത്. അപ്പോൾ ഇത്തരത്തിൽ ഒരുപാട് കൗതുകകരമായ കാര്യങ്ങൾ പക്ഷികളുടെ ലോകത്തിലുണ്ട്. കാക്കേന്റെ കൂട്ടിൽ തന്നെയാണോ? കാക്കേന്റെ കൂട്ടിൽ മുട്ടയിടുന്ന പക്ഷിയാണ് നമ്മുടെ നാട്ടുകുയിൽ. നാട്ടുകുയിൽ കുയിലുകൾ തന്നെ ഒരുപാട് വിഭാഗമുണ്ട്. ചെതലക്കിളിന്റെ കൂട്ടിൽ മുട്ടയിടുന്ന അല്ലെങ്കിൽ പേക്കുയിൽ എന്ന് പറയുന്നത്. പ്രയോഗം ശരിയാണ്. കുയിലിന്റെ, അതായത് കുയില് മറ്റുള്ള പക്ഷിയുടെ കൂട്ടിലാണ് മുട്ടയിടുക. അതായത് നമ്മുടെ നാട്ടിൽ എല്ലാവർക്കും അറിയുന്ന ഒരു കുയിൽ എന്ന് പറയുന്നത് നമ്മുടെ നാട്ടുകുയിലാണ്. അത് മുട്ടയിടുന്നത് കാക്കേന്റെ കൂട്ടില്ല. ശരിയാണ്, തെറ്റല്ല, ശരിയാണ്. ഒരു പക്ഷിക്ക് അറിഞ്ഞു കഴിഞ്ഞാൽ മരണം നടക്കുന്നൊക്കെ ഒരു പറയുന്ന ഒരു പക്ഷിയുണ്ട്, കാലൻ കോഴി. നെടുവിള കേട്ടിട്ടുണ്ടോ? കുട്ടികൾ ചിലപ്പോൾ കേട്ടിട്ടുണ്ടോ അറിയില്ല. നെടുവിള എന്ന് പറയാം, അല്ലെങ്കിൽ മോട്ടിൽഡ് വുഡ് ഡൗൺ എന്നാണ് അതിന്റെ ഇംഗ്ലീഷ് പേര്. അത് കരഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് ദൂരത്തുള്ള അല്ലെങ്കിൽ അടുത്തുള്ള വീട്ടിലെ ആളുകൾ മോട്ടിൽഡ് വുഡ് ഡൗൺ, അതായത് ഔൾസ് വിഭാഗത്തിലെ പക്ഷികളാണ് നമ്മൾ മൂങ്ങ അല്ലെങ്കിൽ നത്ത്, പിന്നെ അല്ലെങ്കിൽ കൂവൻ എന്നൊക്കെ പറയാം. ഈ നത്തും അതുപോലെ തന്നെ മൂങ്ങയും. നത്ത് എന്ന് പറയുന്നത് ചെറിയ പക്ഷിയാണ്, മൂങ്ങ അല്ലെങ്കിൽ കൂമൻ എന്ന് പറയുന്നത് വലിയ പക്ഷിയാണ്. അതും ആളുകളോട് പലപ്പോഴും മാറി പോകാറുണ്ട്. പിന്നെ ദേശാടനം ചെയ്ത് വരുന്ന ഒരു പക്ഷിയാണ് നാഗമോഹൻ എന്ന് പറയുന്ന ഇന്ത്യൻ പാരഡൈസ് ഫ്ലൈ ക്യാച്ചർ എന്ന് പറയുന്ന ഒരു പക്ഷിയുണ്ട്. നാഗമോഹൻ നല്ല വെളുത്ത നിറത്തിൽ 2 റിബൺ പോലെയുള്ള വാലുള്ള പക്ഷി കണ്ടിട്ടുണ്ടോ? അതും അതുപോലെ തന്നെ ഒരു കാടുമടക്കി എന്ന് പറയുന്ന പക്ഷിയുണ്ട് നമ്മുടെ നാട്ടിൽ. പിന്നെ ആനറാഞ്ചി പക്ഷിന്റെ വിഭാഗത്തിൽ പെടുന്ന ഒരു പക്ഷിയാണ്. ബ്ലാക്ക് ഡ്രോങ്കോ, റാക്കറ്റ് ടൈൽഡ് ഡ്രോങ്കോ എന്നാണ് പറയാം.
അത് പലരും കരുതുന്നത് വെള്ള പെണ്ണും അല്ലെങ്കിൽ ആണ് പിന്നെ ആണ് കറുപ്പ് അങ്ങനെ ധരിക്കാറുണ്ട്. അങ്ങനെയല്ല, രണ്ട് പക്ഷികൾ. ആ ചിത്രം കാണിച്ചെന്നാൽ അങ്ങ് മനസ്സിലാവുള്ളൂ. ഞാൻ ജസ്റ്റ് പറഞ്ഞൊന്നുമില്ല. അങ്ങനെ ഒരുപാട് കൗതുകകരമായ കാര്യങ്ങൾ ഈ പക്ഷികളെ നിരീക്ഷണ സമയത്ത് നമുക്ക് പിന്നെ കാണാൻ പറ്റും. അത് മാത്രമല്ല, പക്ഷികളുടെ കൂടുകളൊക്കെ പറ്റി സംസാരിക്കുകയാണെങ്കിൽ ഒരുപാടുണ്ട്. ഇപ്പോൾ ഈ ഒരു സ്ഥലത്തൊക്കെ പിന്നെ പലപ്പോഴും നമ്മുടെ ചെങ്കണിത്തിരി എന്ന് പറയുന്നൊരു പക്ഷിയുണ്ട്. നമ്മുടെ നാട്ടിൽ വയലെല്ലാം കാണാറുള്ള ചെങ്കണിത്തിരി. ആ ഒരു പക്ഷി കൂട് കൂട്ടാണ്ടാണ് മുട്ടയിടുക. അതായത് ഇത്തരമുള്ള ചരലിൽ പോയിട്ട് അത് മുട്ടയിടുക ചെയ്യുക. ചരലിൽ ഇങ്ങനെ കൂട്ടി വെച്ചിട്ട് അതിനുള്ളിൽ മുട്ടയിടും. അപ്പം അതിന്റെ ചെമ്പോത്തല്ല, പിന്നെ ചെങ്കണിത്തിനാണ് മലയാളത്തിലുള്ള പേര്. പിന്നെ അതിന്റെ ഫോട്ടോ കാണിച്ചാൽ അല്ലല്ല, ചെറിയ പക്ഷിയാണ്, ചെങ്കണിത്തിരി കുഞ്ഞു പക്ഷിയാണ്. അപ്പൊ അതിന്റെ മുട്ടയ്ക്ക് പിന്നെ ഈ ചെങ്കലിന്റെ കളറായിരിക്കും ഉണ്ടാവുക. അപ്പൊ അതിൽ മുട്ടയിട്ട് കഴിഞ്ഞാൽ വേറെ പക്ഷികളൊന്നും തിരിച്ചറിയില്ല, ക്യാമോഫ്ലാഗ് ആണ്. അപ്പൊ അങ്ങനെ ഒരുപാട് കൗതുകരമായ കാര്യങ്ങൾ പക്ഷികളെ പറ്റി സംസാരിക്കാനുണ്ട്. ഒരു ഷോർട്ട് ഫിലിമിന്റെ കാര്യം പറഞ്ഞല്ലോ, അത് നമ്മുടെ നാട്ടിൽ കാണുന്ന കുറുനരി, ഗോൾഡൻ ചക്കാൾ എന്ന് പറയുന്ന ജീവിനെ പറ്റിയിട്ടാണ് ചെയ്തത്. അതായത് കുറുക്കനും കുറുനരി എന്നൊക്കെ പറയുന്ന ജീവി ഉണ്ടല്ലോ, വൈകുന്നേരം കൂക്കി വിളിക്കുന്നത്, ഓരിയിടുന്നത്, അതിനെ പറ്റിയിട്ടാണ് ഡോക്യുമെന്ററി ചെയ്തത്. യൂട്യൂബിലുണ്ട്. ഫോളോ ദ ഹൗൾ ജക്കാൾ ദ റിയൽ സ്റ്റോറി എന്നാണ് ആ ഡോക്യുമെന്ററിന്റെ പേര് കേട്ടോ. സമയം കിട്ടുകയാണെങ്കിൽ കാണുക. അപ്പൊ ഈ ഒരു അവസരത്തിൽ എല്ലാവരോടും നന്ദി പറയാണ്. അല്ലെങ്കിൽ ഷെയർ ചെയ്യാം, ഫേസ്ബുക്ക് പേജിൽ ഇതിന്റെ ഒക്കെ വിക്സ് ഉണ്ട്. അപ്പോൾ എല്ലാവരും ക്യാമ്പ് അടിപൊളിയാക്കുക. എല്ലാവർക്കും എല്ലാവിധ ആശംസകളും നേരുന്നു. ഓക്കെ, സന്തോഷം. താങ്ക് യു. നിങ്ങൾ ഇവിടെ കയറി വരുമ്പോ താഴെ മുതൽ കണ്ടതിൽ പരിചയമുള്ള ചെടികൾ ഏതൊക്കെയാ? മരങ്ങളാണെങ്കിലും കാണാത്ത ചെടികൾ കണ്ടവരുണ്ടോ? ഇല്ലേ? കാശാവ് ആദ്യമായിട്ട് കണ്ടില്ലേ നിങ്ങള്? കായാമ്പൂ എന്ന് പറഞ്ഞു, പക്ഷെ അതിന് പൂ ഉണ്ടായിരുന്നില്ല, താഴെ ചേലത്തിന് മാത്രമേ ഉള്ളൂ. അപ്പൊ അക്കേഷ്യയാണല്ലേ ഇവിടെ കൂടുതലുള്ളത്? അക്കേഷ്യയാണ്. പക്ഷെ ഒരു 10-15 കൊല്ലം മുന്നേ ഇങ്ങനെ ആയിരുന്നില്ല. ഇവിടെ നല്ലോണം പോലെ ചെടികൾ ഉണ്ടായിരുന്നു. പൂമ്പാറ്റകൾക്ക് വളരാനുള്ള ചെടികൾ തന്നെ കൂടുതലായിട്ടുണ്ടായിരുന്നു. പക്ഷെ ഇതിപ്പോ അക്കേഷ്യ നട്ടുകൊണ്ട് തന്നെ അത് ഇങ്ങനെ ആയതാണ്. അപ്പൊ നമ്മൾ വരുമ്പോ കണ്ടത് ചന്ദനമരം കണ്ടില്ലേ? കാട്ടു ചന്ദനം. അതാണ്. ഇനിയിപ്പോ നിങ്ങൾ എവിടെ കണ്ടാലും ചന്ദനമരം മനസ്സിലാവൂലേ? ഈ പറഞ്ഞ പോലെ അക്കേഷ്യയുടെ കേസ് പറഞ്ഞ പോലെ തന്നെയുള്ള ഒരു പ്ലാന്റ് ആണ് ചന്ദനം. സെന്റാനം ആൽബം എന്നാണ് അതിന്റെ ഒരു സയന്റിഫിക് നെയിം. അപ്പൊ ഇത് ഇതേപോലെ വേറെ ഇറങ്ങിയിട്ട് തൊട്ടടുത്തുള്ള ചെടിയുടെ വെള്ളം കൂടെ വലിച്ചിട്ട് മോഷ്ടിച്ച് ജീവിക്കുന്ന ഒരു ചെടിയാണ് ചന്ദനം. ഗ്രാസസ് ആണ് ഇതിന്റെ ഹോസ്റ്റ് പ്ലാന്റ്. ഗ്രാസസ് ആണ്. അതെ അതെ, മൂലപരാതം എന്ന് പറയും അല്ലേ? അക്കേഷ്യയുടെ നേരെ മുന്നിൽ ആ ഉണങ്ങിയ ചെടിയില്ല, അതിന്റെ നേരെ മേലെ തൊപ്പിട്ടോ ഇരിക്കുന്ന നേരെ. ഈ മുട്ട നമ്മൾ സൂക്ഷിച്ച് വെച്ചാൽ വിരിഞ്ഞു വരിക കടന്നലായിരിക്കും. മുട്ടയ്ക്കകത്ത് ഇതിൻ്റെ ലാർവ കയറിയിട്ട് പിന്നെ അതാ പുറത്തേക്ക് വരും. അത് ഈ ബട്ടർഫ്ലൈസിൻ്റെ എണ്ണത്തെ നിയന്ത്രിക്കുന്നതിലൊരു വലിയ ഘടകമാണ് ഈ കടന്നൽ. നമ്മളെ വീടൊക്കെ ഉണ്ടാക്കിയത് എന്തുകൊണ്ടാ? നിങ്ങളെയൊക്കെ വീടുകള് എങ്ങനത്തെ കല്ല? ചെങ്കല്ല? ഇങ്ങനത്തെ കല്ല അല്ല, ഇങ്ങനത്തെ കല്ലല്ല. നമ്മള് വരുമ്പോ കണ്ടൂല്ലേ ഈ കല്ലിന് നിറെന്താ? ബ്രൗണ്. പിന്നെ വേറെ എന്തെങ്കിലും നിറം കാണുന്നുണ്ടോ? റെഡിഷ്. പിന്നെ യെല്ലോ ഉണ്ട് ഇല്ലേ? അവിടെ എവിടെ യെല്ലോ ഉണ്ട് ഇല്ലേ? എന്തുകൊണ്ടാ ഈ നിറമായതെന്ന് അറിയോ? അറിയില്ല. നമ്മൾ ഈ കുന്ന് നിതിൻ മാഷ് പറഞ്ഞ പോലെ ഇങ്ങോട്ട് വരുമ്പോ ഇവിടെ കുറെ മരങ്ങളൊന്നും ഇല്ല. ഇവിടെ ഉള്ളത് ഇങ്ങനത്തെ പാറയാണ് ഇല്ലേ? ഇങ്ങനത്തെ കല്ല് കൊണ്ടുള്ള ഒരു പാറയാണ്. ഇതിന് പറയുന്ന പേരാണ് ലാറ്ററൈറ്റ്. എന്താണ്? ലാറ്ററൈറ്റ്. ഇതാ ഇതിലുണ്ട് മഞ്ഞയും ചുവന്ന കളറും അല്ലേ? അപ്പൊ ഇത് എന്തുകൊണ്ടാ ആയതെന്ന് വെച്ചാല് ഹൈ ഇന്റൻസിറ്റിയിൽ ടെമ്പറേച്ചറും റെയിൻഫോളും, അതായത് നല്ല ചൂടുള്ള സ്ഥലം, ഉഷ്ണം കൂടുതലും അതുപോലെ തന്നെ മഴ നല്ലോണം പെയ്യുന്ന സ്ഥലങ്ങളില് ഈ മണ്ണിലുണ്ടാവുന്ന ധാതുക്കൾ, സിലിക്ക പോലുള്ള ധാതുക്കളൊക്കെ എന്ത് ചെയ്യും? മഴയും ചൂടും കൊണ്ട് അത് ഒലിച്ചു പോകും. അതിന്റെ ബാക്കി അതിലുണ്ടാവുന്നതാണ് ഫെറസ്, അതായത് ഇരുമ്പിന്റെ അംശവും ഇരുമ്പിന്റെയും അതുപോലെ അലുമിനിയത്തിന്റെയും. ഇരുമ്പും അലുമിനിയത്തിന്റെയും ഓക്സൈഡുകൾ ഉള്ളത് കൊണ്ടാണ് ഇതിന് ഈ കളർ വന്നിട്ടുള്ളത്. അത് മാത്രമേ ഉള്ളൂ ഇതിലുണ്ടാവുക. അപ്പൊ അതിനെന്താണ്? അതിന് നല്ല ഫെർട്ടിലിറ്റി, സോയിലിന് എന്തില്ല, ഫെർട്ടൈൽ സോയിലൊന്നും അല്ല, കാരണം ഇരുമ്പും അലുമിനിയം മാത്രമേ ഉള്ളൂ. അപ്പൊ അതുകൊണ്ട് ഇരുമ്പിന്റെ കണ്ടന്റ് ഉള്ളത് കൊണ്ടാണ് ഇതിന് എന്ത് കളറ്? ചുവന്ന കളറ്. ഫെറസ് കണ്ടന്റ് ഉള്ളത് കൊണ്ടാണ് ചുവന്ന കളറ്. അതുപോലെ അലുമിനിയം ഫെറസും ആണെന്ന് പറഞ്ഞു, അതുകൊണ്ടാണ് യെല്ലോയിഷും റെഡിഷ് ആയിട്ടുള്ള കളർ ഇതിന് വരുന്നത്. അതിന് ഈ പ്രോസസ്സിന് പറയുന്ന പേര്, മഴയും അതുപോലെ ചൂടും കൊണ്ട് ഇതിലുള്ള പോഷക ഗുണം ലീച്ച് ചെയ്ത് പോകും, അതായത് ഒഴുകി പോകുന്ന ഈ പ്രോസസ്സിന് പറയുന്ന പേരാണ് ലാറ്ററൈസേഷൻ. എന്താ പറഞ്ഞത്?
ലാറ്ററൈസേഷൻ. അപ്പൊ ഈ പ്രോസസ്സ് ലാറ്ററൈസേഷൻ പ്രോസസ്സിലൂടെയാണ് എന്തുണ്ടാവുന്നത്? ലാറ്ററൈറ്റ് സോയിൽ ഉണ്ടാവുന്നത്. അല്ലെങ്കിൽ ഈ മണ്ണ് ഇത് നല്ല കട്ടിയുള്ള ഇതായിരിക്കും. അതിന്റെ സോഫ്റ്റ് ആയിട്ടുള്ള ഭാഗങ്ങളൊക്കെ എന്ത് ചെയ്യും? മഴ പെയ്യുമ്പോൾ ലീച്ച് ചെയ്ത് ഒഴുകി പോകുന്നത് കൊണ്ടാണ് ഇതിങ്ങനെ ഉണ്ടാവുന്നത്. അപ്പൊ ഇതിന് ഫെർട്ടിലിറ്റി കുറവാണെന്ന് പറഞ്ഞു. സോയിൽ ഫെർട്ടിലിറ്റി കുറവാണ്. അമ്ലഗുണമാണ് ഉണ്ടാവുക. അമ്ലഗുണം എന്ന് പറഞ്ഞാൽ അസിഡിക് ആണ്. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മുടെ സാധാരണയുള്ള ചെടികൾക്കൊന്നും വളരാനുള്ള ഒരു സോയിൽ ഫെർട്ടിലിറ്റിയും ഉണ്ടാവില്ല. ടോപ്പ് സോയിലൊക്കെ റിമൂവ് ചെയ്ത് പോകും. അപ്പൊ ഇവിടെ ഉണ്ടാവുക റബ്ബർ, അതുപോലെ തന്നെ കശുമാവ്, പിന്നെ അത്യാവശ്യം തെങ്ങ്, അങ്ങനെയുള്ള സാധനങ്ങൾക്കൊക്കെ ഇത് പറ്റും. കാരണം ഇത് നല്ല റൂട്ടിൽ പോയിട്ട് വെള്ളം വലിച്ചെടുക്കാൻ കഴിയുന്ന രീതിയിലുള്ള ഓരോ മണ്ണിലും ഓരോ ചെടികളാണല്ലോ, മരങ്ങളാണല്ലോ വളരുക. അപ്പൊ ഈ മരങ്ങൾക്കൊക്കെയാണ് ഇതിന് പറ്റുക. അതുകൊണ്ടാണ് ഈ പറങ്കിമാവിന്റെ ഒക്കെ തോട്ടം കാണുന്നത്. ഇതുപോലെയുള്ള സ്ഥലങ്ങളിലാണ് പറങ്കിമാവിന്റെ ഒക്കെ തോട്ടങ്ങൾ കാണുക. പിന്നെ അതുപോലെ തന്നെ വാട്ടർ ഹോൾഡിംഗ് കപ്പാസിറ്റി ഇതിന് കുറവായിരിക്കും. അതിന് പോർ സ്പേസ് കൂടുതലാണ്. അതായത് നമ്മൾ കളിമണ്ണ് എടുക്കുമ്പോൾ ഇങ്ങനെ അടുപ്പിച്ചാണ് അതിന്റെ കണികകൾ ഉണ്ടാവുക. ഇതിന്റെ സുഷിരങ്ങൾ, പോർ സ്പേസ് മീൻസ് അതിൽ ഹോളുകളില്ല, സുഷിരങ്ങൾ വലുതാണ്. അതുകൊണ്ട് തന്നെ വാട്ടർ ഹോൾഡിംഗ് കപ്പാസിറ്റി കുറവായിരിക്കും. ചില ഭാഗങ്ങളിൽ ഇത് നല്ല ഹാർഡ് ആയതുകൊണ്ട് തന്നെ ഈ കുഴിയൊക്കെ ഉണ്ടെങ്കിൽ അതിൽ വെള്ളം കെട്ടി നിൽക്കും. പക്ഷെ അത് വാഷ് ഔട്ട് ചെയ്ത് ഊർന്നു പോകുന്നൊരു ശേഷി കൂടുതലുള്ളതാണ് ലാറ്ററൈറ്റിന്. പിന്നെ മാഷ് നേരത്തെ പറഞ്ഞ ഈ അക്കോഷിയൊക്കെ ഇത് വെച്ച് പിടിപ്പിച്ചതാണ് മരുഭൂവൽക്കരണത്തിന്റെ ഭാഗമായിട്ട്. പക്ഷെ അതിന് കുറേ നെഗറ്റീവ് സൈഡ്സ് ഉണ്ട് എന്ന് മനസ്സിലാക്കിയത് കൊണ്ട് ഇപ്പോൾ മാഞ്ചിയും അക്കോഷിയും പോലുള്ള മരങ്ങളൊക്കെ വെട്ടാനായിട്ട് പറഞ്ഞിട്ടുണ്ട്. നേരത്തെ പറഞ്ഞു ഇത് ഏറ്റവും നല്ല ഡീപ്പ് റൂട്ടായിട്ട് പോയിട്ട് വാട്ടർ എന്ത് ചെയ്യും? പെൻട്രേറ്റ് ചെയ്യും, വെള്ളം നല്ലോണം വലിച്ചെടുക്കും. അതുകൊണ്ട് തന്നെ ഈ വേനൽക്കാലമൊക്കെ ആകുമ്പോൾ ഈ അക്വേഷ്യ മരങ്ങൾ ഉള്ളിടത്തൊക്കെ വാട്ടർ ടേബിൾ, അതായത് ജലാശയങ്ങളിലെ അല്ലെങ്കിൽ കിണറിലെയൊക്കെ വെള്ളങ്ങൾ വറ്റാനുള്ള ഒരു കാരണമാണ് ഈ അക്വേഷ്യ മരം എന്ന് പറയുന്നത്. പിന്നെ അതുപോലെ നേരത്തെ പറഞ്ഞു ഇല ഉണ്ടായത് എങ്ങനെയാന്ന് പറഞ്ഞു അല്ലേ. ഇതിന്റെ ഇലയുടെ പ്രത്യേകത എന്ന് പറയുന്നത് ഇത് എന്ത് ചെയ്യില്ല? പെട്ടെന്ന് ജീർണിക്കില്ല, മണ്ണിൽ ജീർണിക്കില്ല. അപ്പൊ ജീർണിക്കാതാകുമ്പോൾ ഇതിന്റെ അടിയിൽ വിത്തുകളൊക്കെ പൊട്ടി മുളച്ചിട്ടാണ് മണ്ണിൽ പുതിയ ചെടികൾ രൂപാന്തരപ്പെടുക. അപ്പൊ ഇത് ജീർണിക്കാതെ ആകുമ്പോൾ എന്ത് ചെയ്യും? പുതിയ ഇനം സസ്യങ്ങളൊന്നും ഇതിന്റെ മുകളിൽ കിടന്നാൽ വിത്തുകളൊക്കെ ഈ ഇലയുടെയൊക്കെ മുകളിലാണെങ്കിൽ പുതിയ ഇനം വിത്തുകളൊന്നും പൊട്ടി മുളയ്ക്കാതെ വരും. അതുപോലെ മണ്ണിനെ ജീർണിപ്പിക്കുന്നത് നമുക്കറിയാം എന്താണ്? മണ്ണിലുള്ള എന്ത് ജീവികളാണ്? സൂക്ഷ്മജീവികളാണ് അല്ലേ, മൈക്രോ ഓർഗാനിസംസ് ആണ്. അപ്പോൾ അവയൊക്കെ എന്ത് ചെയ്യും? അവയൊക്കെ നശിപ്പിക്കാൻ, ഇത് ജീർണിക്കാത്തത് കൊണ്ട് തന്നെ ഈ മൈക്രോ ഓർഗാനിസംസിനെയൊക്കെ നശിപ്പിക്കാനുള്ള ഒരു കാരണം കൂടിയാകും. അങ്ങനെ അക്വേഷ്യ മരങ്ങൾ വാട്ടർ ഡിപ്ലീഷൻ ഉണ്ടാക്കും, ബയോഡൈവേഴ്സിറ്റി ലോസ് ഉണ്ടാക്കും, പുതിയ സസ്യങ്ങളൊക്കെ വളരുന്നത് തടയും. കാരണം ഇതിൻ്റെ ചുറ്റുപാടും ഇത് നല്ല രീതിയിൽ ഈർപ്പം വലിച്ചെടുക്കുകയും നല്ല രീതിയിൽ വെള്ളം വലിച്ചെടുക്കുകയും ചെയ്യുന്നത് കൊണ്ട് ഡ്രൈനെസ് ആയിരിക്കും ഉണ്ടാവുക. അപ്പം തദ്ദേശീയമായ ചെടികളൊക്കെ വളരുന്നത് തടസ്സപ്പെടുത്തും. അങ്ങനെ കുറേ പ്രശ്നങ്ങളുള്ളൊരു മരമാണ് ഈ അക്വേഷ്യ എന്ന് പറയുന്നത്. ഈ ഹില്ലിൻ്റെ കാര്യം പറഞ്ഞു, ഇത് ലാറ്ററൈസേഷൻ പ്രോസസ്സിലൂടെ ഉണ്ടായതുകൊണ്ടാണ് ലാറ്ററൈറ്റ് എന്ന് പേര് വന്നത്. അപ്പോൾ നല്ല ചൂടും നല്ല മഴയും കിട്ടുന്ന സ്ഥലങ്ങളിലാണ് ഇത്തരത്തിലുള്ള ലാറ്ററൈറ്റ് കുന്നുകൾ കാണപ്പെടുക. ഇതിന് മുകൾ ഭാഗമൊക്കെ ലീച്ച് ചെയ്ത് പോയിട്ടാണ് ഇത് കുന്നായിട്ട് ഇങ്ങനെ പെർസിസ്റ്റ് ചെയ്ത് നിൽക്കുന്നത്. അതിലല്ലോ നമ്മളെത്ര ചോര കൊണ്ടു നീർനനച്ചു. ഫീൽഡ് ട്രിപ്പിൽ പങ്കെടുത്ത 80 കുട്ടികളും പരിപാടിക്ക് നേതൃത്വം നൽകിയ പരിഷത്ത് പ്രവർത്തകരായ അധ്യാപകരും ക്യാമ്പിലേക്ക് മടങ്ങി. ക്യാമ്പിലെ മറ്റു വിശേഷങ്ങളുമായി നമുക്ക് വീണ്ടും കാണാം.